بسم الله الرحمن الرحيم محمد رسول الله والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار. بسم الله الرحمن الرحيم الحمد لله رب العالمين نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولولا فضل الله عليك ورحمته لهمت طائفة منهم أن يضلوك وما يضلون إلا أنفسهم وما يضرونك من شيء وأنزل الله عليك الكتاب والحكمة وعلمك ما لم تكن تعلم وكان فضل الله عليك عظيما. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. فاق النبيين في خلق وفي خلق ولم يدانوه في علم ولا كرم وكلهم من رسول الله ملتمس غرفا من البحر أو رشفا من الديم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാന്യരെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വർഷം തോറും പാറക്കടവിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം വിവരിക്കുന്ന, അവിടുന്ന് പഠിപ്പിച്ച പ്രസ്ഥാനത്തിന്റെ പ്രസക്തി ചൂണ്ടിക്കാണിക്കുന്ന മദ്ഹുർ റസൂൽ പരിപാടി നാം സംഘടിപ്പിക്കാറുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന, അവിടുത്തോട് ആദരവ് പ്രകടിപ്പിക്കുന്ന, അവിടുന്ന് പഠിപ്പിച്ച ആശയം ഉൾക്കൊള്ളുന്ന സത്യവിശ്വാസികളിൽ സാധുക്കളായ നമ്മെയും നമ്മെ സ്നേഹിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളെയും അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മദ്ഹ് പറഞ്ഞു തീർക്കാൻ ഖിയാമത്ത് നാൾ വരെ
ഏത് പണ്ഡിതൻ ശ്രമിച്ചാലും ഏത് മനുഷ്യൻ ശ്രമിച്ചാലും പറഞ്ഞു തീർക്കാൻ സാധ്യമല്ലാത്ത വിധം അതിരറ്റ ബഹുമാനവും അതുപോലെ സ്ഥാനവുമുള്ളവരാണ് എന്ന് നമുക്കെല്ലാവർക്കും ഉറച്ച വിശ്വാസം ഉണ്ട്. فكيف يدرك في الدنيا حقيقته قوم نيام تسلوا عنه بالحلم. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാഥാർത്ഥ്യം കണ്ടെത്തിക്കാൻ എങ്ങനെയാണ് പരിപൂർണമായി ഉണർവ് ലഭിച്ചിട്ടില്ലാത്ത ഉറങ്ങിക്കിടക്കുന്ന നമുക്ക് സാധിക്കുക എന്ന് മഹാനായ ഇമാം ബൂസരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ചോദിച്ചത് വളരെ അർത്ഥവത്താണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ എത്ര തന്നെ പുകഴ്ത്തി പറഞ്ഞാലും അത് കൂടിപ്പോവുകയില്ല. വൻസുബ് ഇലാ ദാത്തിഹി മസിത മിൻ ശറഫി വൻസുബ് ഇലാ ഖദരിഹി മസിത മിൻ നിമമി ഫഇന്ന ഫള റസൂലില്ലാഹി ലൈസ ലഹു ഹദ്ദുൻ ഫയരിബ അൻഹു നാതിഖും ബിഫമി. ഒരുപാട് പുകഴ്ത്തി പറഞ്ഞ ഇമാം ബൂസരി റഹിമഹുല്ലാഹ് അവസാനം പറഞ്ഞൊരു സ്ഥാനത്തും പറഞ്ഞു എത്തിക്കാൻ കഴിയുന്നില്ലെന്ന് കണ്ടപ്പോ പറഞ്ഞില്ലേ, വൻസുബിലാദാതിഹി മസീത മിൻ ശറഫി. അവിടുത്തെ മഹോന്നതമായ ശരീരം, ആ ശരീരത്തിന് എന്ത് തന്നെ ബഹുമാനം നിനക്ക് പറയാൻ കഴിയുമോ നീ പറഞ്ഞോ. ഏത് ബഹുമാനം പറയുന്നതും ഭയപ്പെടേണ്ടതില്ല. വൻസുബ് ഇലാ ഖദരിഹി മസീത മിൻ നിളമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വമായി നിനക്ക് എത്രയും എങ്ങനെയും പറയാം. കാരണം ഫഇന്ന ഫള റസൂലില്ലാഹി ലൈസ ലഹു ഹദ്ദുൻ ഫയരിബ അൻഹു നാതിഖും ബിഫമി. അവിടുത്തെ ബഹുമാനം ഒരു തൊള്ള കൊണ്ടും ഒരു നാവ് കൊണ്ടും ഒരു മനുഷ്യനും ഒരു പണ്ഡിതനും ഒരു മഹാനും പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യുന്നത് ബറക്കത്തിന് വേണ്ടിയുള്ള ഒരു ചെറിയ അമല. ഒരു വലിയ കടലിൽ നിന്ന് ഒരൽപ്പം വെള്ളം സൂചിയിൽ മുക്കിയെടുക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വത്തിൽ നിന്ന് ബറക്കത്തിന് വേണ്ടി ഒരൽപ്പം പറയുക മാത്രമാണ് നാം ചെയ്യുന്നത്. അല്ലാഹുവേ, കാരണം കൊണ്ട് ഞങ്ങൾക്ക് അവിടുത്തെ ശറഫാക്കപ്പെട്ട മുഖം കാണാനും അവിടുത്തോടുകൂടെ ഒരുമിച്ച് കൂടാനും അവിടുത്തെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനും ഞങ്ങളുടെ ഇത്തരം പരിപാടികളിൽ സഹകരിക്കുന്നവരും സഹായിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും അധ്വാനിക്കുന്നവരും ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളെ സ്നേഹിച്ച മുഴുവൻ ആളുകൾക്കും നീ ഭാഗ്യം തരണം റഹ്മാനെ. സുഹൃത്തുക്കളെ, കഴിഞ്ഞ വർഷം സൂറത്തുൽ ളുഹാ വല്ളുഹാ വല്ലൈലി ഇദാ സജാ എന്ന സൂറത്തിനെ ആസ്പദമാക്കി 2 ദിവസം നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞു. അതിൽ ഒരുപാട് തഫ്സീറുകൾ വല്ളുഹാ വല്ലൈലി ഇദാ സജാ എന്ന ആയത്തിനും അതുപോലെ വജദ ഖവാലൻ ഫഹദാ എന്ന ആയത്തിനുമൊക്കെ എത്രയോ തഫ്സീറുകൾ ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞ വിഷയങ്ങൾ നാം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ കൊല്ലം സൂറത്തുൽ ളുഹാ ആസ്പദമാക്കി നാം പ്രസംഗിച്ച 4.5 മണിക്കൂർ പ്രസംഗത്തിന്റെ DVD ചെറിയ സംഖ്യക്ക് നമ്മുടെ സദസ്സിൽ ലഭിക്കും. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് മാനവികത പഠിപ്പിക്കാൻ വേണ്ടി വന്ന ഏറ്റവും മഹാനായ നേതാവാണ്. മൃഗീയതയിൽ നിന്ന് മാനവികതയിലേക്ക് മനുഷ്യ സമൂഹത്തെ സംസ്കരിച്ച് കൈപിടിച്ചുയർത്തിക്കൊണ്ടുപോവുകയായിരുന്നു മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളോടും വെറുപ്പ് വെച്ചില്ല, ആരോടും വൈരാഗ്യം വെച്ചില്ല, ആരോടും വിദ്വേഷം വെച്ചില്ല, ആരോടും പകപോക്കാൻ നിന്നില്ല, ആരോടും പ്രതികാരം ചെയ്യണമെന്ന ചിന്ത വളർത്തിയില്ല. മറിച്ച് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ പഠിപ്പിച്ച ആശയം സ്നേഹത്തിന്റെ ആശയമാണ്, സൗഹാർദ്ദത്തിന്റെ ആശയമാണ്, സഹകരണത്തിന്റെ ആശയമാണ്, ഐക്യത്തിന്റെ ആശയമാണ്, സൗന്ദര്യമുള്ള ആശയങ്ങളാണ്. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആൻ യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം ലസ്ത മുർസല. ഓ മുഹമ്മദേ, നീ ഞങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ്, നീ റസൂലല്ല എന്ന് ശത്രുക്കൾ ആരോപണം പറഞ്ഞപ്പോൾ നമുക്കറിയാം റസൂലാകണമെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണാനുള്ള കാഴ്ച വേണം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് കേൾക്കാനുള്ള കേൾവി വേണം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെടാനുള്ള പ്രകൃതി വേണം. അല്ലാതെ എങ്ങനെയാണ് ഒരാൾ റസൂലാകുന്നത്? പക്ഷേ നീയും ഞങ്ങളും ഒരുപോലെയാണ്, നീ ഞങ്ങളെപ്പോലെ ഒരാൾ മാത്രമാണ് എന്ന് വാദിച്ചിരുന്ന മുശ്രിക്കുകൾ പോരാ, ചിലപ്പോൾ അവർ അതിനപ്പുറം പറഞ്ഞു, ഇന്നക ലമജ്നൂൻ, നീ വെറും ഒരു ജിന്ന് കൂടിയവനാണല്ലെങ്കിൽ നീ ഒരു ഭ്രാന്തനെ പോലെ സംസാരിക്കുന്നവനാണ് എന്ന് ലോകത്ത് ഏറ്റവും വലിയ നല്ല തത്വങ്ങൾ പഠിപ്പിച്ച നേതാവിനെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് സംസാരിച്ചു എതിരാളികൾ. ചിലപ്പോൾ അവർ കാഹിനാണ്, ജ്യോത്സ്യനാണെന്ന് പറഞ്ഞു, മറ്റു ചിലപ്പോൾ അതേ ഭ്രാന്തനാണെന്ന് വരെ പറയാൻ അവർ മടിച്ചില്ല. ചിലപ്പോൾ അവരൊരു പാട്ടുകാരനാണെന്ന് പറഞ്ഞു. ഇതിനെല്ലാം പരിശുദ്ധ ഖുർആൻ ഓരോ സ്ഥലങ്ങളിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണല്ലോ സൂറത്ത് യാസീൻ. നമ്മൾ 7 ദിവസം നാദാപുരത്ത് പ്രസംഗിച്ചപ്പോൾ അത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. വൽ ഖുർആനിൽ ഹകീം, ഭദ്രമായ ഖുർആനിനെ തന്നെയാണ് സത്യം എന്ന് ഖുർആൻ മുൻനിർത്തി സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു പറഞ്ഞു. കാരണം ഖുർആൻ ഏത് കാലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനല്ല, അല്ലാഹുവിന്റെ റസൂലാണ് എന്നതിന് ഏത് കാലത്തും ജീവിക്കുന്ന തെളിവാണ് പരിശുദ്ധ ഖുർആൻ. മറ്റ് അമ്പിയാക്കളെ മുഅ്ജിസത്ത് പോലെയല്ല, വേറെയുള്ള മുഅ്ജിസത്തുകൾ പോലെയല്ല. ദമത്തിലദൈനാ ഫഖദ് കുല്ല മുഅ്ജിസതി മിനൻ നബീന ഇദ് ജാഅത് വലം തദൂമി. ലോകത്ത് പല മുഅ്ജിസത്തുകളും അറിയാമല്ലോ. കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അത്ഭുതകരമായ വടി ഒരു മുഅ്ജിസത്തായിരുന്നു. നിലത്ത് വീണാൽ അത് പാമ്പാകുന്നു, കയ്യിലെടുത്താൽ അത് വടിയാകുന്നു. അതുപോലെ നിങ്ങൾക്കറിയാം മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ശത്രുക്കൾ തീയിലിട്ടപ്പോൾ ഒന്നും ഒരു ചെറിയ രോമം പോലും കത്തിപ്പോകാതെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തീയിൽ നിന്ന് രക്ഷപ്പെട്ടില്ലേ സുഹൃത്തുക്കളെ? മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അന്നീ യഖ്ലുഖു ലക്കും മിനത്ത്-തീനി കഹൈഅത്തി ത്വയ്രി ഫഅൻഫുഖു ഫീഹി ഫയകൂനു ത്വയ്റൻ ബിഇذനില്ലാഹ് വഉബ്രിഉൽ അക്മഹ വൽ അബ്റസ വഉഹ്യിൽ മൗതാ ബിഇذനില്ലാഹ്. അതേ കളിമണ്ണ് കൊണ്ട് പക്ഷിയെ ഉണ്ടാക്കി ഊതി ഞാൻ പറപ്പിച്ചു തരും. കണ്ണിന് തുടക്കം മുതലേ ജീവിതത്തിൽ കാഴ്ചയില്ലാത്തവർക്ക് ഞാൻ ആ രോഗം മാറ്റിത്തരും. അതുപോലെ വെള്ളപ്പാണ്ട് രോഗം സുഖപ്പെടുത്തി തരും. എന്തിനധികം പറയണം, മരിച്ചവരെ പോലും ഞാൻ ഹയാത്താക്കി തരും ബിഇذനില്ലാഹ്. ഇതൊന്നും എന്റെ വകയിലല്ല, എന്റെ റബ്ബായ അല്ലാഹു ജല്ല ജലാലുഹു തരുന്ന കഴിവ് കൊണ്ടാണ്, അവൻ തരുന്ന തൗഫീഖ് കൊണ്ടാണ്, അവൻ തന്ന അംഗീകാരമാണ്.
ഞാൻ അവന്റെ നബിയാണ്, റസൂലാണെന്നതിന്റെ തെളിവാണ് എന്ന് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയും ഒരുപാട് അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്തില്ലേ? എന്നാൽ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ അവിടുന്ന് ആയിരക്കണക്കിന് മുഅ്ജിസത്തുകൾ അവിടുന്ന് പ്രകടിപ്പിച്ചില്ലേ? എന്നാൽ ഏറ്റവും വലിയ മുഅ്ജിസത്തായ ഖുർആൻ ഖിയാമത്ത് നാൾ വരെ മുഴുവൻ എതിരാളികളെയും വെല്ലുവിളിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ അതിനെ നേരിടാൻ കഴിയാത്ത ഒരു കലാമായി, നേരിടാൻ കഴിയാത്തൊരു ഗ്രന്ഥമായി, എന്നും സത്യത്തിന്റെ തെളിവായി അല്ലാഹു തആല നിലനിർത്തിയിരിക്കുന്നു. അതുകൊണ്ടല്ലേ അല്ലമൽ ഖുർആൻ നമ്മുടെ സൂറത്തുർ റഹ്മാൻ നാദാപുരത്ത് സംസാരിക്കുമ്പോൾ പറഞ്ഞതാണ്, അർ റഹ്മാനു അല്ലമൽ ഖുർആൻ. റഹ്മാനായ അല്ലാഹു ഖുർആനിനെ അടയാളപ്പെടുത്തിയിരിക്കുന്നു. എന്തിന്റെ അടയാളമാണ് ഖുർആൻ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനല്ല, പടച്ച റബ്ബ് നിയോഗിച്ചേച്ച അവന്റെ ഹബീബായ റസൂലാണെന്നതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് ഖുർആൻ. അതിന്റെ തെളിവാണ് ഖുർആൻ. അല്ലമൽ ഖുർആൻ. ഖുർആനിനെ അല്ലാഹ് അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. പരിപൂർണ മനുഷ്യനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല പടച്ചിരിക്കുന്നു. അല്ലമഹുൽ ബയാൻ. ആ നബി തങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ എങ്ങനെ വിവരിക്കണമെന്ന വിവരണം അല്ലാഹ് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നു. സൂറത്തുർ റഹ്മാനിൽ അല്ലാഹ് പറഞ്ഞില്ലേ, അതുപോലെ സൂറത്തു യാസീനിന്റെ തുടക്കത്തിലും അത് തന്നെ പറയുന്നത്, വൽ ഖുർആനിൽ ഹകീം. ഭദ്രമായ മഹത്തായ തത്വചിന്തകൾ മുഴുവനും ഉൾക്കൊള്ളുന്ന സർവവിജ്ഞാനത്തിന്റെയും കേന്ദ്രമായ ഖുർആനിനെ തന്നെയാണ് സത്യം. ഇന്നക ലമിനൽ മുർസലീൻ. ഓ നബിയേ, നിശ്ചയം അവിടുന്ന് മുർസലീങ്ങളിൽ പെട്ടവരാണ്. അലാ സിറാത്തിൻ മുസ്തഖീം. തങ്ങളുടെ എതിരാളികളും വിരോധികളും പലതും പറഞ്ഞ് പരത്തുന്നുണ്ട്, പല വിമർശനങ്ങളും നടത്തുന്നുണ്ട്, പല അക്രമങ്ങളും അഴിച്ചു വിടുന്നുണ്ട്, ദ്രോഹങ്ങൾ പലതും ചെയ്യുന്നുണ്ട്. പക്ഷേ നബിയേ, തങ്ങളങ്ങനെ എതിർക്കപ്പെടേണ്ട ഒരു വ്യക്തിയല്ല, ആരും വിമർശിക്കേണ്ട വ്യക്തിയല്ല. കാരണം അവിടുന്ന് പഠിപ്പിക്കുന്ന പ്രസ്ഥാനം, അവിടുന്ന് കൊണ്ടുവന്ന ആശയം അത് എതിർക്കപ്പെടേണ്ട പ്രസ്ഥാനമല്ല. അലാ സിറാത്തിൻ മുസ്തഖീം. നേരെ ചൊവ്വയുള്ള മാർഗത്തിന്റെ മേലെയാണ് തങ്ങൾ. അവിടുന്ന് വളഞ്ഞ വഴികളൊന്നും ലോകത്ത് പഠിപ്പിച്ചിട്ടില്ല. അവിടുത്തെ സ്വഭാവത്തിൽ വക്രതയില്ല, അവിടുത്തെ ആശയത്തിൽ വളവില്ല. ലോകത്ത് ഏതെല്ലാം ജനങ്ങളുണ്ടോ, ഏതെല്ലാം ജിന്നുകളുണ്ടോ, ഏതെല്ലാം മലക്കുകളുണ്ടോ, ഏതെല്ലാം മൃഗങ്ങളുണ്ടോ, ഏതെല്ലാം പറവകളുണ്ടോ, ഏതെല്ലാം മത്സ്യങ്ങളുണ്ടോ, ഏതെല്ലാം സസ്യങ്ങളുണ്ടോ, ഏതെല്ലാം ഇഴജന്തുക്കളുണ്ടോ, വന്യമൃഗങ്ങളുണ്ടോ, എല്ലാ സൃഷ്ടികൾക്കും കാരുണ്യം ചൊരിയുന്ന പ്രസ്ഥാനമല്ലേ, കാരുണ്യം പഠിപ്പിച്ച നേതാവല്ലേ. അതുകൊണ്ട് തന്നെ സൂറത്ത് യാസീൻ അവിടുത്തെ മനസ്സമാധാനം അവിടുത്തേക്ക് ലഭിക്കാൻ വേണ്ടി കഠിനമായ വിമർശനങ്ങളും എതിർപ്പുകളും ദ്രോഹങ്ങളും ഉണ്ടാകുമ്പോൾ അല്ലാഹു ജല്ല ജലാലുഹു അവിടുത്തെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഓ നബിയേ, ഫലാ യഹ്സുൻക ഖൗലുഹും. എതിരാളികളുടെ വാക്കുകൾ തങ്ങളെ മുഷിപ്പിക്കണ്ട, ടെൻഷനാക്കണ്ട.
എതിരാളികൾ എന്ത് പറഞ്ഞാലും തങ്ങൾ ടെൻഷനാകണ്ട. ഫലാ യഹ്സുൻക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. എതിരാളികൾ രഹസ്യമായി പറയുന്നതും പരസ്യമായി പറയുന്നതും രഹസ്യമായി ചെയ്യുന്നതും പരസ്യമായി ചെയ്യുന്നതും അതൊക്കെ നമ്മൾക്കറിയാം നബിയേ. തങ്ങൾ കേവലം പാട്ടുകാരനാണെന്നും തങ്ങൾ കേവലം ചിന്നു കൂടിയവനാണെന്നും അവിടുന്ന് ജ്യോത്സ്യനാണെന്നും അങ്ങനെ തുടങ്ങിയ ആരോപണങ്ങൾ പലതും പറയുന്നതിന്റെ പുറമേ തങ്ങളെ എറിഞ്ഞി കരുത്തേൽപ്പിക്കാൻ വേണ്ടി ഭ്രാന്തന്മാരെയും കുട്ടികളെയും ഏൽപ്പിക്കുന്നവരുണ്ട്. തങ്ങളെ കൊന്നുകളയാൻ വേണ്ടി വീട് വളയാൻ ചെറുപ്പക്കാരെ സജ്ജമാക്കിയവരുണ്ട്. തങ്ങൾ പോകുന്ന വഴികളിൽ മുള്ളു വിതറാൻ വേണ്ടി ജനങ്ങളെ ഒരുക്കിയവരുണ്ട്. തങ്ങളെ ചീത്ത പറയാനും തെറി പറയാനും വേണ്ടി രംഗത്ത് വന്നവരുണ്ട്. പക്ഷേ തങ്ങൾ മുഷിയന്റെ നബിയേ, അവിടുന്ന് അതാ നല്ല നല്ല പ്രവർത്തനങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോ നല്ല നല്ല സൗഹാർദ്ദത്തിന്റെ സഹകരണത്തിന്റെ മാനവികതയുടെ സത്യത്തിന്റെ നന്മയുടെ സൗഹാർദ്ദത്തിന്റെ ഐക്യത്തിന്റെ ശബ്ദങ്ങൾ അവിടുത്തെ നാവിൽ നിന്നിങ്ങനെ വീണുകൊണ്ടിരിക്കുമ്പോ ജനങ്ങളിങ്ങനെ സംസ്കരിക്കപ്പെടുകയും നന്നാവുകയും ഐക്യപ്പെടുകയും സന്തോഷത്തോടെ നീങ്ങുകയും അങ്ങയുടെ പ്രസ്ഥാനം വളർന്ന് പന്തലിക്കുകയും അങ്ങയുടെ കീഴിൽ ഒരുപാട് യതീമുകളും അനാഥകളും അഗതികളും ഒരുപാട് പാവപ്പെട്ടവരുമൊക്കെ ജീവിക്കുമ്പോ അവിടുന്ന് അല്ലാഹു ഇബാദത്ത് ചെയ്യാനുള്ള ധാരാളം കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമ്പോ അതാ നബിയേ, ആ എതിരാളികൾ രഹസ്യമായി പറയുന്നുണ്ട്. നമ്മൾ എത്ര പറഞ്ഞിട്ടെന്താണ്, നമ്മൾ എന്ത് ചെയ്തിട്ടെന്താണ്, നമ്മൾ എന്ത് ശത്രുത കാണിച്ചിട്ടെന്താണ്, മുഹമ്മദിൽ ഒരു പരാജയം സംഭവിക്കുന്നില്ലല്ലോ. അദ്ദേഹത്തിന്റെ അനുയായികൾ കൂടി കൂടി വരികയല്ലേ, ജനങ്ങൾക്കിടയിൽ ആകർഷണീയമായി മുന്നോട്ട് നീങ്ങുകയല്ലേ. നമ്മുടെ ഈ കളികളൊന്നും കൊണ്ടൊരു ഫലവുമില്ലെന്ന് അവര് തന്നെ സ്വകാര്യത്തിൽ പറയുന്നുണ്ട്. എന്നാലും പരസ്യമായി പരമാവധി കഴിവിന്റെ പരമാവധി എതിർത്ത് ശക്തിയാക്കണമെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും രഹസ്യമായി തങ്ങളുടെ മതവും തങ്ങളുടെ ബഹുമാനവും അവരും പറഞ്ഞു പോകുന്നുണ്ട്. നബിയേ, ഫലാ യഹ്സുൻക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. അവര് രഹസ്യമായി പറയുന്നതും നമ്മൾക്കറിയാം, അവർ പരസ്യമായി പറയുന്നതും നമ്മൾക്കറിയാം. ഓ നബിയേ, തങ്ങളെ എത്ര തന്നെ എന്ത് ചെയ്യാൻ ഉദ്ദേശിച്ചാലും ഒരു ശത്രുവിനും തങ്ങളെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. വല്ലാഹു യഅ്സിമുക മിനന്നാസ്. അല്ലാഹു ജനങ്ങളിൽ നിന്ന് തങ്ങൾക്ക് കാവൽ നൽകും നബിയേ. അല്ലാഹു ജല്ല ജലാലുഹു പൂർണ്ണമായി ഏറ്റെടുത്ത നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാം മറ്റൊരായത്തിൽ വലൗലാ ഫദ്ലുല്ലാഹി അലൈക വറഹ്മതുഹു. ഓ നബിയേ, അല്ലാഹുവിന്റെ ഔദാര്യം തങ്ങൾക്കില്ലായിരുന്നുവെങ്കിൽ വറഹ്മതുഹു, അവന്റെ അനുഗ്രഹവും തങ്ങൾക്കില്ലായിരുന്നുവെങ്കിൽ ലഹമ്മത് ത്വായിഫത്തും മിമ്മൻ യുളില്ലൂഹ്. എതിർപ്പിന്റെ കടുപ്പം കൊണ്ട്, ശത്രുതയുടെ കടുപ്പം കൊണ്ട് തങ്ങളെ തെറ്റിച്ചു കളയാൻ അവർ കരുതിപ്പോയിരുന്നു. എങ്ങനെയെങ്കിലും സത്യമാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ച് സംസ്കരിക്കുന്നതിൽ നിന്ന് തങ്ങളെ തെറ്റിച്ചു കളയാൻ അവര് സർവശക്തിയും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നു. പക്ഷേ ആ എതിരാളികൾ അവരുടെ ശരീരങ്ങളെ മാത്രമാണ് പിഴപ്പിക്കുന്നത്. അവരുടെ ശത്രുതയുടെ എല്ലാ ദുഷ്ഫലങ്ങളും ആ എതിരാളികൾക്ക് മാത്രമാണ്. നബിയേ, വമാ യദുറൂനക മിൻ ശൈഇ. തങ്ങളെ ഒരു ചെറിയ ചെറിവിരൽ പോലും, ഒരു ചെറിയ രോമം പോലും ഓ നബിയേ, അങ്ങനെ ഒന്നും ചെയ്യാനായ എതിരാളികൾക്ക് സാധ്യമല്ല. അൻസലല്ലാഹു അലൈക്കൽ കിതാബ്.
അങ്ങേക്ക് അല്ലാഹു തആല മഹത്തായ ഖുർആൻ, ആ മഹത്തായ കിതാബിനെ അല്ലാഹു ഇറക്കി തന്നിട്ടുണ്ട്. വൽ ഹിക്മ, ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാനുള്ള ശരിയായ അറിവും അല്ലാഹു തങ്ങൾക്ക് ഇറക്കി തന്നിട്ടുണ്ട്. വഅല്ലമക മാ ലം തകുൻ തഅലം, ഓ നബിയെ തങ്ങൾക്കറിയാത്ത അറിയലാവശ്യമുള്ള എല്ലാ അറിവുകളും അല്ലാഹു തങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വകാന ഫദ്ലുല്ലാഹി അലൈക അളീമാ, അങ്ങേക്ക് അല്ലാഹു തആല തന്ന ഔദാര്യം, അങ്ങേക്ക് അല്ലാഹു തആല തന്ന ബഹുമാനം അതിമഹത്തരമാണ് നബിയേ. അതൊരു മനുഷ്യന് പറഞ്ഞു തീർക്കാനോ ഒരു മനുഷ്യന് പഠിച്ചു തീർക്കാനോ കഴിയുന്ന വിധത്തിൽ പരിധി വെക്കാവുന്നതല്ല. പരിശുദ്ധ ഖുർആൻ തങ്ങളുടെ മറുപടി പറയുകയാണ്. നിങ്ങൾ നോക്കൂ, എന്താണ് അവിടുത്തെ ധൈര്യം, ധൈര്യം. അവിടുത്തെ ഏറ്റവും വലിയ കഠിന ശത്രുവായ അബൂജഹൽ, അവനെ പോലെ വേറെ ആരാണ്? സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ ചീത്ത പറഞ്ഞിട്ടില്ല, അവന്റെ കുടുംബത്തെ ചീത്ത പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ ശല്യം ചെയ്തിട്ടില്ല, അടിച്ചിട്ടില്ല. ഒരു ചെറിയ വാക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവനെ നിന്ദിച്ചുകൊണ്ട് സംസാരിച്ചതിന്റെ പേരിൽ അല്ല, മറിച്ച് സത്യത്തിലേക്ക് ജനങ്ങളെ നയിക്കുന്നു, സമാധാനത്തിലേക്ക് നയിക്കുന്നു, സന്മാർഗത്തിലേക്ക് നയിക്കുന്നു. മദ്യപാനത്തിൽ നിന്ന്, വ്യഭിചാരത്തിൽ നിന്ന്, ശത്രുതയിൽ നിന്ന്, വെറുപ്പിൽ നിന്ന്, അഴിച്ചത്തിൽ നിന്ന്, അസത്യത്തിൽ നിന്ന്, അനീതിയിൽ നിന്ന്, അഹംഭാവത്തിൽ നിന്ന്, അക്രമത്തിൽ നിന്ന് എല്ലാം മനുഷ്യരെ സംസ്കരിച്ച് ശുദ്ധീകരിച്ചെടുക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ സത്യത്തിന്റെ വിരോധിയായ അബൂജഹലിന് കഠിനമായ ശത്രുത. ആ ശത്രുതയുള്ള അബൂജഹൽ പലപ്പോഴും പറയും, മുഹമ്മദിനെ ഞാൻ അങ്ങനെ തിരിക്കും, അങ്ങനെ മറിക്കും, ഞാൻ എന്റെ മുമ്പിൽ കിട്ടിയാൽ ഞാൻ വെട്ടിക്കളയും, കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞ് വലിയ ഭീഷണി വേണം. ആ അബൂജഹലിന്റെ കയ്യിൽ ഒരു പാവപ്പെട്ട മനുഷ്യന് ഒരു സംഖ്യ കുടുങ്ങിപ്പോയി. അബൂജഹൽ അദ്ദേഹത്തെ ഏൽപ്പിച്ചതാണ് ഒരു ഒട്ടകത്തെ വാങ്ങാൻ. അങ്ങനെ അബൂജഹലിന് ഒരു ഒട്ടകത്തെ അദ്ദേഹം വിറ്റതാണ്. അബൂജഹലിന് ഒരൊട്ടകത്തെ വിറ്റപ്പോൾ അബൂജഹൽ ഒരല്പ ദിവസം അവധി തരണം എന്ന് പറഞ്ഞു. അങ്ങനെ അവധി ദിവസം ആയതിനു ശേഷം ഈ സാധു മനുഷ്യൻ കൊടുക്കാനുള്ള സംഖ്യ കൊടുക്കേണ്ട ദിവസമായി ദിവസങ്ങൾ പലതും കഴിഞ്ഞു. സംഖ്യ കിട്ടാതെയായപ്പോൾ അദ്ദേഹം പോയി സംഖ്യ ചോദിച്ചു. അപ്പോൾ അബൂജഹൽ വീണ്ടും ഒരു അവധി പറഞ്ഞു. ആ അവധി എത്തിയപ്പോൾ വീണ്ടും അദ്ദേഹത്തിന്റെ സംഖ്യക്ക് വേണ്ടി പോയി. അപ്പോഴും അദ്ദേഹം അവധി പറഞ്ഞു. ഇങ്ങനെ തരാം എന്ന് പറഞ്ഞ് നീട്ടുകയാണ്. അങ്ങനെയുണ്ടല്ലോ ചില ആളുകൾ കൊടുക്കാനുള്ള സംഖ്യ ചോദിക്കുമ്പോ ഇങ്ങനെ അവധി നീട്ടി ഇങ്ങനെ പറയും. ചിലരതിനേക്കാളപ്പുറമുള്ള ചിലരുണ്ട്. കടം വാങ്ങാൻ വേണ്ടി വളരെ വിനയത്തോടെ വന്ന് വാങ്ങും. കടം വാങ്ങിപ്പോയി പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവർക്ക് തരാതിരിക്കുമ്പോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് അല്ല, വളരെ വിനയത്തോടുകൂടി നമ്മൾ ഒരു പൈസ കിട്ടിയ വലിയ ഉപകാരം ഉണ്ടായി, അവിടെ ഞാനെന്താ പോകുന്നുണ്ടോ? എന്നിട്ടെന്റെ മറുപടി, നീ പോകുന്നുണ്ടെന്നും പോകുന്നില്ലെങ്കിൽ വിസ വന്നൊന്നും ഇയാൾ പറഞ്ഞില്ലല്ലോ, ഇയാൾ കിട്ടാനുള്ള സംഖ്യ കിട്ടണമെന്നല്ലേ പറഞ്ഞുള്ളൂ. പക്ഷെ ഇവന്റെ ചോദ്യം ഞാനെന്താ പോകുന്നുണ്ടോ എന്ന് മാത്രമല്ല, അത് ചോദിച്ച വകയിൽ പിന്നെ കടം കൊടുത്തവനോട് മിണ്ടാത്തവൻ, കടം കൊടുത്തവൻ ടെലിഫോൺ വിളിച്ചാൽ എടുക്കാത്തവൻ, കടം കൊടുത്തവന് കുറ്റം പറയുന്നവൻ, സുബ്ഹാനല്ലാഹ്, അവൻ ഇൻകറിലൂടെ. ചിലരുടെ ചോദ്യം, അവൻ ഇൻകറിലൂടെ, അവൻ എന്റെ വീട്ടിൽ നിന്ന് വളർന്നതല്ലേ, എന്റെ കുടുംബക്കാരനെ അവന് വിസ കൊടുത്തു, ഇൻകറിലൂടെ അവനെ, ഇങ്ങനൊക്കെ പറയുന്ന ചില ധിക്കാരികളും അഹങ്കാരികളും. ഒരിക്കലും തന്നെ അത്തരത്തിൽ ക്രൂരമായ മനസ്സ്
ഒരിക്കലും മനുഷ്യനുണ്ടാകാൻ പാടില്ല. നമുക്കൊരാൾ കടം തന്ന് സഹായിച്ചാൽ ആ സഹായിച്ചവനോട് നന്ദിയുള്ളവനാണ് പടച്ചറബിനോട് നന്ദിയുള്ളവൻ. മനുഷ്യന് നന്ദിയില്ലാത്തവൻ അല്ലാഹുവിനോട് നന്ദി ചെയ്യൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അപ്പൊ സുഹൃത്തുക്കളെ, കടം തന്നവനോട് നന്ദി വേണം, സ്നേഹം വേണം, ആദരവ് വേണം. അവൻ മറ്റൊരു മതത്തിൽ പെട്ടവനാണെങ്കിൽ പോലും, അതേ മറ്റൊരു സംഘടനയിൽ പെട്ടവനാണെങ്കിൽ പോലും, അവൻ കടം തന്ന് സഹായിച്ചവനെന്ന നിലക്ക് അവനോട് നമ്മുടെ മനസ്സിൽ മതിപ്പ് വേണം. കടം കൊടുക്കുക എന്നത് വലിയൊരു പുണ്യമാണ്. 1000 രൂപ കടം കൊടുത്താൽ 500 രൂപ സദഖ ചെയ്ത പ്രതിഫലമാണ്. കടം വാങ്ങിയവൻ കടം വീട്ടാതെ മരിച്ചുപോയാൽ വലിയ അപകടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ആദ്യകാലങ്ങളിൽ കടം വാങ്ങിയിട്ട് അതേ കടം വീട്ടാതെ മരിച്ചുപോയ മനുഷ്യന്റെ മയ്യിത്ത് നിസ്കരിക്കാതെ മാറി നിന്നിട്ടുണ്ട്. ആര് മരിച്ചാലും മയ്യിത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതവും അങ്ങനെ തന്നെയല്ലേ? ബഹുമാനമുള്ളവരുണ്ടാകുമ്പോ അവരെ ഇമാമത്ത് നിർത്തുന്നതല്ലേ അതത്? ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടം വീട്ടാതെ മരിച്ചുപോയവന്റെ മയ്യിത്ത് നിസ്കരിക്കാതെ മാറി നിന്ന അനുഭവങ്ങൾ ബുഖാരി പോലുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. പക്ഷേ പിൽക്കാലത്ത് പടച്ചറബ് വലിയ ഐശ്വര്യം നൽകിയപ്പോൾ എന്ന ആയത്ത് വിശദീകരിക്കുമ്പോൾ കഴിഞ്ഞവരെ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ആദ്യം വളരെ വിഷമത്തിലും ഞെരുക്കത്തിലുമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു പിന്നീട് ഐശ്വര്യം നൽകിയിട്ടുണ്ട്. ആ ഐശ്വര്യം കിട്ടിയപ്പോൾ അവിടുത്തെ ഉമ്മത്തുകളിൽ നിന്ന് കടം വീട്ടാതെ മരിച്ചുപോയവന്റെ മയ്യിത്ത് മുന്നിൽ വെച്ച് അവിടുന്ന് കടം ഏറ്റെടുത്ത് വീട്ടിയിട്ടുണ്ട്. അതവിടുത്തെ കാരുണ്യമാണ്. എന്നിട്ട് അവിടുന്ന് ഇമാമത്ത് നിസ്കരിച്ചിട്ടുണ്ട്. വളരെ ഗൗരവമുള്ള വിഷയമാണ് കടം. പക്ഷേ ഈമാനില്ലാത്തവർക്ക് അതിന്റെ ഗൗരവം മനസ്സിലാകൂല. അബൂജഹലിന് ഈമാൻ തൊട്ട് തെറിപ്പിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവനതാ കടം വാങ്ങിയവനോട് പറഞ്ഞ് സൂയിപ്പാക്കുകയാണ്, പരിഹസിക്കുകയാണ്, കൊടുക്കുന്നില്ല. ആ പാവപ്പെട്ട മനുഷ്യൻ പലരോടും പോയി പറഞ്ഞു, എനിക്ക് അബൂജഹലിനൊരു സംഖ്യ തരാനുണ്ട്, കിട്ടുന്നില്ല, നിങ്ങൾ വാങ്ങിത്തരണം. ഒരാൾക്കൊരു സഹായം ചെയ്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ ചെയ്തു കൊടുക്കണം. പക്ഷേ ഫലം ഓരോറ്റ മനുഷ്യരും അബൂജഹലിന്റെ കേസ് ഏറ്റെടുക്കുന്നില്ല.